അതെ, മത്തങ്ങ വെച്ചിട്ട് ഒരു മധുരപലഹാരം ഉണ്ടാക്കിയാലോ? മത്തങ്ങ വെച്ചിട്ട് മധുരപലഹാരം ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നല്ലേ? മത്തങ്ങ അപ്പം കഷ്ണങ്ങളാക്കി ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അക്കൂട്ടത്തിൽ തന്നെ നമുക്ക് തേങ്ങ ചിരവി കുറച്ച് നമുക്ക് എടുക്കണം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ശർക്കരപ്പാനി കൂടി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ച് അതിലെ കരടുകളെല്ലാം കളഞ്ഞെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഏകദേശം നന്നായിട്ട് തിളക്കി ഒന്ന് ഒരുപാട് തിക്കാവണ്ട, കുറച്ചൊന്ന് കുറുകി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് തേങ്ങായും അതുപോലെ തന്നെ ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല കുറുകി വരുന്ന പോലത്തെ പരുവത്തിൽ നമുക്കൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ആ പാനി ഒന്ന് വറ്റിച്ച് ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്ന സമയമാകുമ്പോഴത്തേനും നെയ്യിൽ വറുത്ത് കോരിയ മുന്തിരിങ്ങ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ആ സമയമാകുമ്പോഴത്തേനും നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം മത്തങ്ങ കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ ശർക്കരപ്പാനിയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഏകദേശം നന്നായിട്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ ഇതേ പരുവത്തിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് താക്കാം. അപ്പം അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ എല്ലാവരും മത്തങ്ങ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മത്തങ്ങ ഒന്ന് വിളയിച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. മാത്രമല്ല നല്ല ഹെൽത്തിയാണ്, കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടും. അതുപോലെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു മധുരപലഹാരമാണ്. അപ്പോൾ എപ്പോഴും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ അടിപൊളി ഒരു മധുരമുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഓക്കെ, ബായ്.